Hi friends, Indian Army 2025 GD, Tradesman, Nursing Assistant, Office Assistant, Tech എന്നീ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കെമിസ്ട്രിയിൽ നിന്നും ആസിഡ് ബേസ് സോൾട്ട് എന്ന ചാപ്റ്ററിലെ റാപ്പിഡ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആസിഡ് ബേസ് സോൾട്ട് എന്ന് പറയുന്നത് ഒരു വലിയ ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് കൺസെപ്റ്റ് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് എളുപ്പമുള്ള രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തേക്കാം. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് പോയിന്റ് ആണ് ആസിഡ്സ്. നമ്മൾ പഠിക്കുന്നത് ആസിഡ് ബേസ് സോൾട്ട് ആണ്. അതിനകത്ത് മെയിൻ പോയിന്റ് ആണ് ആസിഡ്. എന്താണ് ആസിഡ് എന്ന് പറഞ്ഞാൽ? ആസിഡ് എന്താണ്? ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് ദാറ്റ് ആർ സോർ ഇൻ ടേസ്റ്റ്. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തും എല്ലാം എന്തുണ്ട്? ആസിഡ് കണ്ടന്റ് ഉണ്ട്. ആ കഴിക്കുന്ന ഓറഞ്ച്, ആപ്പിൾ, അങ്ങനെയുള്ള ചോക്ലേറ്റ്, അങ്ങനെ കഴിക്കുന്നതിനകത്ത് എല്ലാം എന്തുണ്ട്? ആസിഡ് കണ്ടന്റ് വളരെ കൂടുതലാണ്. നോക്കിയേ, നമുക്കറിയാം ആസിഡ്സിന്റെ ഏതൊക്കെ പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ടുള്ളതെന്ന്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്: ആസിഡ്സ് ആർ കെമിക്കൽ കോമ്പൗണ്ട്സ് ദാറ്റ് ആർ സോർ ഇൻ ടേസ്റ്റ്. ആസിഡ്സിന്റെ മെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പുളിരസമാണ് ആസിഡിന് മെയിൻ ആയിട്ട് ഉള്ളത്. പിന്നെ ഇനി പോയിന്റ് നോക്കേണ്ട പോയിന്റ്, ആസിഡ് എന്നുള്ള വേർഡ് നമുക്ക് എവിടെ നിന്ന് ലഭിച്ചു അല്ലേ? അതൊരു ലാറ്റിൻ നെയിം ആണ് അല്ലേ? ആസിഡ് എന്നുള്ളത് ഒരു ലാറ്റിൻ നെയിം ആണ്. അതിന്റെ മീനിങ് എന്താണ്? ആസിഡസ് എന്നാണ് അല്ലേ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? പുളി ഉള്ളത്. ആ ഒരു മീനിങ് ആണ് ആസിഡ് എന്നുള്ള വേർഡിന്റെ പ്രധാനപ്പെട്ട മീനിങ്. ഇനി നോക്കാം. സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്നിങ് ആസിഡ്സ് ആർ കോൾഡ് അസിഡിക് സബ്സ്റ്റൻസ്. ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡിനെ പറയുന്ന പേരാണ് അസിഡിക് സബ്സ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആസിഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? മെയിനായിട്ട് ഓർഗാനിക് ആസിഡ് എന്നും മിനറൽ ആസിഡ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഓർഗാനിക് ആസിഡ്, എന്തായിരിക്കും മിനറൽ ആസിഡ്? നോക്കൂ, ഓർഗാനിക് ആസിഡ് എന്താണ്? ഓർഗാനിക് ആസിഡ് നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്നു. പ്ലാന്റ്സിൽ നിന്നോ ആനിമൽസിൽ നിന്നോ ലഭിക്കുന്ന ആസിഡ്സിനെ പറയുന്ന പേരാണ് ഓർഗാനിക് ആസിഡ്. എക്സാമ്പിൾ: അസറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ഫോർമിക് ആസിഡ്. ഇതെല്ലാം എന്താണ്? ഓർഗാനിക് ആസിഡ്സിന് എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ് മിനറൽ ആസിഡ്? നമ്മൾ എർത്ത് ക്രസ്റ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആസിഡ്സിനെ പറയുന്ന പേരാണ് മിനറൽ ആസിഡ് അല്ലേ? അത് എപ്പോഴും എന്തായിരിക്കും? കോൺസെൻട്രേഷൻ കൂടിയിട്ടുള്ള ആസിഡ് ആയിരിക്കും എപ്പോഴും മിനറൽ ആസിഡ്. എക്സാമ്പിൾ: സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ബോറിക് ആസിഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു മെയിൻ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? കെമിക്കലുകളുടെ രാജാവ്, കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇതാണ് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആസിഡിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളത്. ഏതായിരുന്നു അറിയപ്പെടുന്ന പേര്? ഏതാണ്? കിങ് ഓഫ് കെമിക്കൽസ്, കെമിക്കലുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. ക്ലിയർ? ആസിഡ് എന്താണെന്ന് പറഞ്ഞു, ആസിഡിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു, ആസിഡ്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു പറഞ്ഞു. പിന്നെന്താ പറഞ്ഞു? ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ആസിഡ്സ് ഇതിനകത്തുനിന്ന് വരാൻ ചാൻസ് ഉള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ ആസിഡ്സിന്റെ പേര് തന്നിട്ട് ഇതിനകത്ത് ഓഡ് വൺ ഔട്ട് ആയിരിക്കും പിക്ക് ചെയ്യാൻ പറയുക. ചിലപ്പോൾ എന്തായിരിക്കും? ഓർഗാനിക് ആസിഡ്സിന്റെ നെയിം എല്ലാം തന്നിട്ട് അതിൻ്റെ കൂടെ ഒരു മിനറൽ ആസിഡിന്റെ പേരൂടെ തന്നിട്ട് ചോദിക്കും ഓഡ് വൺ ഔട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഓർഗാനിക് ആസിഡ് എന്താണെന്ന് അറിയാം, മിനറൽ ആസിഡ് എന്താണെന്ന് അറിയാം, അതിന് എക്സാമ്പിൾസും അറിയാം. അത് വെച്ചിട്ട് ആ ആൻസർ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ്, നോക്കി, കോൺസെൻട്രേറ്റഡ് ആൻഡ് ഡൈല്യൂട്ട് ആസിഡ്. എന്താണ് കോൺസെൻട്രേറ്റഡ് ആസിഡ് അല്ലെങ്കിൽ എന്താണ് ഡൈല്യൂട്ട് ആസിഡ്? കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വാട്ടർ കണ്ടന്റ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. വാട്ടർ കണ്ടന്റ് വളരെ കുറഞ്ഞ ആസിഡ്സിനെ പറയുന്ന പേരാണ് കോൺസെൻട്രേറ്റഡ് ആസിഡ്സ്. ഡൈല്യൂട്ട് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. വാട്ടർ കണ്ടന്റ് കൂടുതലും ആസിഡ്സിന്റെ അളവ് കുറവുമായിരിക്കും. അങ്ങനെയുള്ള ആസിഡ്സിനെ പറയുന്ന പേരാണ് ഡൈല്യൂട്ട് ആസിഡ്സ്. നമ്മൾ ലാബുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതെപ്പോഴും എന്താണ്? ഡൈല്യൂട്ട് ആസിഡ്സ് ആണ്. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് ആസിഡ് നമുക്ക് എന്ത് ചെയ്തില്ല? ബേൺ ചെയ്യത്തില്ല. നമ്മുടെ കയ്യിലോ ദേഹത്തോ ഒക്കെ വീണ് കഴിഞ്ഞാലും എന്തില്ല? പൊള്ളൽ ഏൽക്കില്ല. പക്ഷെ നേരെ തിരിച്ച് കോൺസെൻട്രേറ്റഡ് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് അങ്ങനെയുള്ള കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്ത് ചെയ്യുകയാണ്? കൊറോസീവ് നേച്ചർ വളരെ കൂടുതലാണ്. നശിപ്പിക്കാനുള്ള കഴിവ് ആർക്ക് കൂടുതലാണ്? കോൺസെൻട്രേറ്റഡ് ആസിഡ്സിന്
കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആസിഡ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സൾഫ്യൂരിക് ആസിഡ്, HNO3, നൈട്രിക് ആസിഡ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? കോൺസെൻട്രേറ്റഡ് ആസിഡ്സിന് എക്സാമ്പിൾ ആണ്. അതായത് ഡയലൂട്ട് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് വാട്ടർ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും അല്ലേ? വാട്ടർ കൂടുതലായിട്ട് ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡയലൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ആസിഡിലോട്ടാണോ വാട്ടറിലോട്ടിലാണോ ആഡ് ചെയ്യുക? ആസിഡിനകത്തോട്ടാണോ വാട്ടർ ആഡ് ചെയ്യുക അതോ വാട്ടറിനകത്താണോ ആസിഡ് ആഡ് ചെയ്യുക? എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ടറിനകത്തോട്ടാണ് എന്ത് ചെയ്യുക? ആസിഡിനെ ആഡ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡൈല്യൂട്ട് ചെയ്യുക. ഡൈല്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാട്ടറിനകത്തോട്ടായിരിക്കും ആസിഡ്സിനെ ആഡ് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നോക്കിയേ, ഇത് നമ്മുടെ ആൻഡ്ര ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്. ഇന്ത്യൻ ആർമി 2025 അഗ്നിവീർ, GD, ട്രേഡ്സ്മാൻ, ടെക്, NA, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ ക്ലാസ്സുകൾ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡ് സെക്ഷൻസ്, വീക്ക്ലി 6 days ക്ലാസ്, മെഡിക്കൽ അവയർനെസ്, ഡയറ്റ് പ്ലാൻ. ഇതിനകത്ത് ചേരാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. info@ANRUN ഇത് നമ്മുടെ ടെലിഗ്രാം ചാനലാണ്. ഈ ചാനലിൽ ഡെയിലി അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നത് ഈ ചാനലാണ്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക? ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് അതിനകത്ത് മെമ്പർഷിപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നോക്കിയേ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ആസിഡ്സ് ആണ്. ഇതിനകത്ത് ആസിഡ്സിന്റെ പേര് ഉൾപ്പെടെ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾസും കൂടെ പഠിച്ചു പോവുക. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, സൾഫ്യൂരിക് ആസിഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ നെയിം ഏതാണെന്നായിരിക്കും ക്വസ്റ്റ്യൻ. നമുക്ക് സൾഫ്യൂരിക് ആസിഡ് മാത്രം പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചോദിക്കുക ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിരിക്കും, ചിലപ്പോൾ അസറ്റിക് ആസിഡിന്റെ കെമിക്കൽ നെയിം ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് കെമിക്കൽ രീതിയിൽ നമ്മൾ എഴുതുന്ന രീതി, കെമിക്കൽ ഫോർമുല ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ചിലപ്പോൾ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നായി നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പറയുന്നത് എന്താണ്? HCl. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആണ്. സൾഫ്യൂരിക് ആസിഡ് H2SO4 എന്നാണ് സൾഫ്യൂരിക് ആസിഡിനെ പറയുന്നത്. നൈട്രിക് ആസിഡ് HNO3. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരിക്കാം, HNO3 എന്ന് പറയുന്ന ആസിഡ് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? നൈട്രിക് ആസിഡ്. ഇത് ഏത് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. സിമ്പിൾസ് വന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ നെയിം തന്നിട്ടും ചോദിക്കാം. നെക്സ്റ്റ് വൺ ആണ് H3PO4. എന്താണത്? ഫോസ്ഫോറിക് ആസിഡ് ആണ്. H3PO4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോസ്ഫോറിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡിന്റെ മറ്റൊരു പേരാണ് എഥനോയിക് ആസിഡ്, അല്ലെങ്കിൽ വിനിഗറിനകത്ത് കാണുന്ന ആസിഡ്. വിനിഗറിനകത്ത് കാണുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? CH3COOH. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്സാലിക് ആസിഡ് C2H2O4. അതുപോലെ തന്നെ ബെൻസോയിക് ആസിഡ് എന്താണ് ഇക്വേഷൻ? C6H5COOH. ഇതാണ് ബെൻസോയിക് ആസിഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്നും ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, നമ്മൾ ആസിഡ് പഠിച്ചു. ആസിഡ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു എന്താണ് ആസിഡ് എന്ന് പറഞ്ഞു. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തും ആസിഡിക് കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളിൽ മെയിനായിട്ട് കാണപ്പെടുന്ന കുറച്ച് ആസിഡ്സിനെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ നോക്കിയേ, ടൊമാറ്റോ. ടൊമാറ്റോയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ് ആണ്. നെക്സ്റ്റ് വൺ നോക്കിയേ, ഓണിയൻ അല്ലേ, നമ്മൾ ഡെയിലി കാണുന്നതാണ്, യൂസ് ചെയ്യുന്നതാണ്. ഓണിയനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചാൽ ഏതാണ്? ഓക്സാലിക് ആസിഡ് ആണ്. ചോക്ലേറ്റ് അല്ലേ, ഇഷ്ടമല്ലാത്ത ആരുമില്ല. ചോക്ലേറ്റിൽ എന്തുണ്ട്? ഒരു ആസിഡിക് കണ്ടന്റ് ഉണ്ട്, അതും ഏതാണ്? ഓക്സാലിക് ആസിഡ് ആണ്. ഇനി അടുത്ത നോക്കൂ, ടാമറിൻഡ്. എന്താണ് ടാമറിൻഡ്? പുളി. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാറ്റാറിക് ആസിഡ് ആണ് പുളിയിൽ അടങ്ങിയിരിക്കുക. ആപ്പിൾ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചാൽ ഏതാണ്? മാലിക് ആസിഡ് ആണ് ആപ്പിളിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടൊമാറ്റോ ചോദിച്ചിട്ടുണ്ട്, ടാമറിൻഡ് ചോദിച്ചിട്ടുണ്ട്, ആപ്പിള്. ഇത് മൂന്നും നമുക്ക് എന്താണ്? പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഇനി നെക്സ്റ്റ് കുറച്ചുകൂടെ നോക്കാം നമുക്ക്. ഓക്കെ, ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്തിരിങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാറ്റാറിക് ആസിഡ് ആണ് മുന്തിരിങ്ങയിൽ അടങ്ങിയിരിക്കുക. ഓയിലിനകത്ത് എന്തുണ്ട്? ചെറിയ ഒരു ആസിഡിക് കണ്ടന്റ് ഉണ്ട് അല്ലെ, ഒരു ആസിഡ് ഉണ്ട്. ആ ആസിഡാണ് എന്തെന്ന് പറയുക? സ്റ്റെറിക് ആസിഡ്. ഓയിലിനകത്ത് ഫാറ്റ്, കൊഴുപ്പ് അല്ലെ, കൊഴുപ്പിനകത്തും അടങ്ങിയിട്ടുള്ള ആസിഡ് ചോദിച്ചാൽ ഏതാണ്? സ്റ്റെറിക് ആസിഡ് ആണ് അടങ്ങിയിരിക്കുക. നെക്സ്റ്റ് വൺ നോക്കിയേ, പാം ഓയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പാം ഓയിലിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പാൽമിറ്റിക് ആസിഡ് ആണ് പാം ഓയിലിനകത്ത് അടങ്ങിയ ആസിഡ്. ഇനി നമുക്കെല്ലാം അറിയാവുന്ന ഒരു വസ്തുവാണ് ടപ്പിയോക്ക. മരച്ചീനിയിൽ എന്തുണ്ട്? അസിഡിക് കണ്ടന്റ് ഉണ്ട്. ഈ അസിഡിക് കണ്ടന്റിനെ പറയുന്ന പേരാണ് പ്രോസിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡ് അല്ലേ. കുറച്ച് സയനൈഡിന്റെ പ്രോസസ്, ചെറുത് രീതിയിൽ പ്രസൻസ് ഉണ്ട്, സയനൈഡിന്റെ പ്രസൻസ് ഉണ്ട്. പ്രോസിക് ആസിഡ് ആണ് ടപ്പിയോക്കയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്. ഇനി നോക്കി, ടീ, നമ്മൾ കുടിക്കുന്ന ചായ അല്ലേ, ചായപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ചോദിച്ചാൽ ഏതാണ്? ടാനിക് ആസിഡ് ആണ്. ടാനിക് ആസിഡ് ആണ് എന്ത് പറയുക? ടീയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് അല്ലേ. ഇനി നെക്സ്റ്റ് ഏതാണ്? കോക്കനട്ട്, തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാപ്രിക് ആസിഡ് ആണ് കോക്കനട്ടിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്. ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഗ്രേപ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫാറ്റിൽ അടങ്ങിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ടപ്പിയോക്കയിൽ അടങ്ങിയിരിക്കുന്നതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതെല്ലാം മുൻ വർഷങ്ങളിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാലോ. ഇനി ഏതാണ്? റൈസ് അല്ലെ, നമ്മൾ കഴിക്കുന്ന ചോറ്. റൈസിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് വെച്ചാൽ ഏതാണ്? ഫൈറ്റിക് ആസിഡ് ആണ് റൈസിന് അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഇനിയുള്ളത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് എറുമ്പല്ലേ, എറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫോർമിക് ആസിഡ് ആണ് എറുമ്പിൽ അടങ്ങിയിരിക്കുക. അതേപോലെ തന്നെയാണ് വാസ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടന്തൽ അല്ലേ. കടന്തലിനകത്ത് കുത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു കഴിക്കുന്ന ഒരു പെരുപ്പ് പോലെ തോന്നിക്കും. അതെന്താണ്? ഫോമിക് ആസിഡ് ആണ് എന്ത് ചെയ്യുക? വാസ്പിന്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ആസിഡ്. അത് തന്നെയാണ് എന്ത് ചെയ്യുക? ഹണിബി, തേനീച്ചയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും ഏത് തന്നെയാണ്? ഫോർമിക് ആസിഡ് തന്നെയാണ് തേനീച്ചയിലും അടങ്ങിയ ആസിഡ്. ഇനി നോക്കിയേ, ഇമ്പോർട്ടൻ്റ് ആണ് സോഡ വാട്ടറിൽ കാണപ്പെടുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാർബോണിക് ആസിഡ് ആണ് സോഡ വാട്ടറിൽ കാണപ്പെടുന്ന ആസിഡ്. ലാസ്റ്റ് വൺ ആണ് ലെമൺ. ഏതാണ്? ലെമൺ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. ലെമണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സിട്രിക് ആസിഡ് ആണ് ലെമണിനകത്ത് അടങ്ങിയിട്ടുള്ള ആസിഡ്. ക്ലിയർ? ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യുക? പെട്ടെന്ന് പഠിക്കാനുള്ള രീതിയിൽ എന്ത് ചെയ്യുക? പോയിന്റ്സ് ആക്കിയിട്ടാണ് നൽകിയേക്കുക. ക്ലിയർ? ഇനി നോക്ക്, ബാക്കിയും കൂടെ നോക്കാം നമുക്ക്. ഓറഞ്ച് അല്ലെ, നമ്മൾ ഡെയിലി കഴിക്കും. ഡെയിലി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓറഞ്ച് കഴിക്കുന്നുണ്ട്. ഈ ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സിട്രിക് ആസിഡ് ആണ് ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഇനി നോക്കൂ, മിൽക്കിൽ എന്താണ്? ലാക്റ്റിക് ആസിഡ്. മിൽക്കിൽ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാക്ടോമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. മിൽക്കിൽ ലാക്റ്റിക് ആസിഡ് ആണെങ്കിൽ കേർഡിലും എന്ത് തന്നെ ആയിരിക്കും? കേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൈര് അല്ലേ. തൈരിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് തന്നെയാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. മിൽക്കിലും കേർഡിലും കാണപ്പെടുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓറഞ്ചും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് വിനീഗർ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. വിനിഗർ അല്ലേ, നമ്മൾ പ്രിസർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വിനാഗിരി എന്ന് പറയുന്ന വിനിഗറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. ഇനി അറിയാൻ, ആസ്പിരിൻ നമ്മൾ എന്തൊരു മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചാൽ ഏതാണ്? അസറ്റൈൽ സാലിസിലിക് ആസിഡ് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അസറ്റിലിൻ സാലിസിലിക് ആസിഡ് ആണ് ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഇനിയുണ്ട് മീറ്റിലും എന്തുണ്ട്? അസിഡിക് കണ്ടന്റ് ഉണ്ട് അല്ലേ. അതാണെങ്കിൽ അടങ്ങിയ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അമിനോ ആസിഡ് ആണ് മീറ്റിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, അമിനോ ആസിഡ്. യൂറിക് ആസിഡ് എവിടെ കാണപ്പെടുന്നു? യൂറിനകത്ത് കാണപ്പെടുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? യൂറിക് ആസിഡ് ആണ്. ക്ലിയർ?
ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഇതെല്ലാം നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും കാര്യം സെറ്റാണ്, ഡൗട്ട് ഒന്നും ഇല്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വളരെ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഇത്രയും വരെ നോക്കി. ഇനി നമുക്ക് നെക്സ്റ്റിലോട്ട് നോക്കാം. ആസിഡ് കഴിഞ്ഞു. ആസിഡ് നമ്മൾ എന്ത് ചെയ്തു, റാപ്പിഡായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു റിവിഷൻ നടത്തി. പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, റാപ്പിഡായിട്ട് ഒരു റിവിഷൻ നടത്തി ആസിഡിനെ സെറ്റാക്കി. ഇനി നമുക്ക് അടുത്തയാണ്, ആ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പേരാണ് ആസിഡ് ബേസ് സോൾട്ട് എന്നായിരുന്നു പേര്. ആസിഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നോക്കുന്നത് എന്താണ്, ബേസ് ആണ്. എന്തായിരിക്കും ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസ് എന്താണ്, ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. ഫസ്റ്റ് പോയിന്റ്, എന്തായിരിക്കും ബേസിന്റെ ടേസ്റ്റ് എന്ന് പറയുക, എന്തായിരിക്കും, ബിറ്റർ ഇൻ ടേസ്റ്റ് അല്ലേ. പുളിരസമായിരുന്നു ആസിഡിനുള്ളത്. ബിറ്റർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കയ്പ് രസം പോലുള്ളതായിരിക്കും എന്തെന്ന് പറയുക, ബേസിന്റെ ടേസ്റ്റ് എന്ന് പറയുക. ഇനി എന്താണ്, സോപ്പി ടു ടച്ച്. നമുക്കറിയാം ബേക്കിംഗ് സോഡയൊക്കെ നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് ഒന്ന് നനച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഒരു പത അല്ലെങ്കിൽ എന്താണ്, ഒരു തെറ്റൽ പോലെ നമുക്ക് തോന്നും, ഒരു വഴുക്കൽ പോലെ തോന്നും. ആ ഒരു ഫീച്ചേഴ്സിനെ പറയുന്ന പേരാണ് സോപ്പ് ടു ടച്ച് അല്ലേ. നമ്മൾ തൊടുമ്പോൾ ഒരു സോപ്പിന്റെ രീതിയിൽ ഒരു തെറ്റൽ പോലെ കാണപ്പെടുന്നുണ്ട്. ഇതെന്തിന്റെ ഇതാണ്, ബേസിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, ബേസിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ? ഫസ്റ്റ് പറഞ്ഞു ബേസ് എന്താണെന്ന് പറഞ്ഞു, ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. എന്തൊരു ടേസ്റ്റ് ആണ്, ഒരു ബിറ്റർ ടേസ്റ്റ് ആണ്. സോപ്പി ടു ടച്ച് അല്ലേ, തൊടുമ്പോൾ ഒരു സോപ്പിന്റെ രീതിയിൽ ഒരു വഴുവഴുക്കൽ പോലെ കാണപ്പെടുന്ന സബ്സ്റ്റൻസ് ആണ് ബേസ് എന്ന് പറഞ്ഞു. സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ എന്താണ്, ബേസസിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കാം. ഓക്കെ, കോമൺ ആസിഡ്സ് ആൻഡ് ബേസ് ആണ്. ആസിഡ് എന്നൊരെണ്ണുണ്ട്, ബേസ് എന്നൊരു കോളം ഉണ്ട്. പെട്ടെന്ന് നോക്കാമായിരിക്കും. വീക്ക് ആസിഡ് ഏതൊക്കെയാണ്, അസറ്റിക് ആസിഡ്, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, ഹൈഡ്രജൻ സൾഫൈഡ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, വീക്ക് ആസിഡ്സിന് എക്സാമ്പിൾ ആണ്. വീക്ക് ബേസസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, അമോണിയ, അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇത് രണ്ടും എന്താണ്, വീക്ക് ആസിഡ് ആയിരിക്കും അല്ലേ. അതിനകത്ത് എന്തായിരിക്കും, വാട്ടർ കണ്ടന്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇനി സ്ട്രോങ് ആസിഡ് നോക്കിയേ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോബ്രോമിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതെല്ലാം എന്താണ്, സ്ട്രോങ് ആസിഡ്സ് ആണ്. അതുപോലെ തന്നെ സ്ട്രോങ് ബേസസിന് എക്സാമ്പിൾ ഏതാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ലിഥിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇതെല്ലാം എന്താണ്, സ്ട്രോങ് ബേസസിന് എക്സാമ്പിൾ ആണ്. നമുക്ക് ചോദിക്കും ആസിഡ്സിന്റെ പേരെല്ലാം തന്നിട്ട് അതിനകത്ത് ഓഡ് വൺ, ചിലപ്പോൾ എന്തായിരിക്കും, വീക്ക് ആസിഡ്സിന്റെ കൂടെ എന്തായിരിക്കും, ഒരു കോൺസെൻട്രേറ്റിലുള്ള ആസിഡിന്റെ പേരൂടെ തന്നിട്ട് പിക്ക് ചെയ്യാൻ പറയും, ഓഡ് വൺ പിക്ക് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ എന്താണ്, ഒരു വസ്തുവിന്റെ പേര് തന്നിട്ട് അതിനകത്ത് അടങ്ങിയിട്ടുള്ള ആസിഡ് ചോദിക്കാം, അല്ലെങ്കിൽ ബേസ് ചോദിക്കാം. അങ്ങനെയുള്ള കൺസെപ്റ്റിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇനി ബാക്കിയും കൂടെ നോക്കാം. ഇമ്പോർട്ടൻറ്റ് ബേസസ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് ഒരു രീതിയിലും ഒന്നുപോലും പഠിക്കാതെ പോവരുത്. ഇമ്പോർട്ടൻറ്റ് ബേസസ് ആണ്. ഈ 5 പോയിന്റ്സും പഠിക്കാതെ പോകരുത്. നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിനെ വിളിക്കുന്ന പേരുകൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ, NaOH എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇതായിരിക്കാം, NaOH എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ബേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും, സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ Na ആണ്. ഹൈഡ്രോക്സൈഡ് വരുമ്പോൾ എന്ത് വരും, OH വരും. അങ്ങനെയാണെങ്കിൽ ആ പേര് മറക്കരുത്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് NaOH ആണ്. ഇനി നോക്കിയേ, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന ബേസ് ഏതാണ്, അല്ലെങ്കിൽ ഇതായിരിക്കും ക്വസ്റ്റ്യൻ, കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്, സോഡിയം ഹൈഡ്രോക്സൈഡിനെയാണ് കോസ്റ്റിക് സോഡ എന്ന് അറിയപ്പെടുക. നെക്സ്റ്റ് പോയിന്റ് ആണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ KOH എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. KOH എന്ന് എഴുതുന്നു. അതിനെ അറിയപ്പെടുന്ന വേറൊരു പേരാണ് കോസ്റ്റിക് പൊട്ടാഷ്. എന്താണ്, കോസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ബേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. തിരിഞ്ഞു പോകരുത്. കോസ്റ്റിക് സോഡയും കോസ്റ്റിക് പൊട്ടാഷും തമ്മിൽ എന്ത് ചെയ്യരുത്, കൺഫ്യൂഷൻ ആകരുത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ
ഈ രണ്ട് ആൻസറും നമ്മൾ എന്ത് ചെയ്യും? ഓപ്ഷനകത്ത് കാണും. അവിടെ നെഗറ്റീവ് മാർക്ക് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഓരോ ടോപ്പിക്കും അല്ലെങ്കിൽ ഓരോ പോയിന്റ്സും എന്ത് ചെയ്യുക? ബൈ ഹാർട്ടാക്കി മറക്കാത്ത രീതിയിൽ പഠിച്ചു പോകുക. നെക്സ്റ്റ് പോയിന്റ് ആണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെ. റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? CaOH ട്വൈസ്. ഇതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുക. അതിന്റെ വേറൊരു പേരാണ് ലൈം അല്ലെങ്കിൽ സ്ലേക്ഡ് ലൈം. സ്ലേക്ഡ് ലൈം എന്നറിയപ്പെടുന്ന ബേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ മറ്റൊരു പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്ലേക്ഡ് ലൈം അല്ലെങ്കിൽ ലൈം എന്ന്. രണ്ടും ചോദിക്കാം. ലൈം എന്നറിയപ്പെടുന്നതും ഏതാണ്? സ്ലേക്ഡ് ലൈം എന്നറിയപ്പെടുന്നതും ഏത് സബ്സ്റ്റൻസിനെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ് വൺ നോക്ക്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് MgOH ട്വൈസ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഏത് പേരിലാണ് അറിയപ്പെടുക? മിൽക്ക് ഓഫ് മഗ്നീഷ്യ. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ഇത്രയും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനാണ്. MgOH ട്വൈസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ലാസ്റ്റ് വൺ ആണ് അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH. അതിനെ നോർമലി അറിയുന്ന പേരെന്താണ്? അമോണിയ. നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അമോണിയ. റോട്ടഡ് സ്മെല്ലായിട്ടുണ്ട്. അതാണ് സബ്സ്റ്റൻസ് ആണ് അമോണിയ എന്ന് പറയുക. അതുകൊണ്ട് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ബേസസ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കോസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കോസ്റ്റിക് പൊട്ടാഷ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ സ്ലേക്ഡ് ലൈം, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ മിൽക്ക് ഓഫ് മഗ്നീഷ്യ, അമോണിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ അറിയപ്പെടുന്ന പേരാണ് അമോണിയ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിരിക്കും. ബേസ് ക്ലിയർ ആണോ? ഇത്രയും പോയിന്റ്സ് പറഞ്ഞു. എന്താണ് ബേസ് എന്ന് പറഞ്ഞു. ബേസിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇമ്പോർട്ടൻറ്റ് ബേസസ് പറഞ്ഞു. അതിൻ്റെ വിളിക്കുന്ന മറ്റൊരു പേര് അല്ലെങ്കിൽ കെമിക്കൽ നെയിം ഓരോ നെയിമും പഠിച്ചു. അതിൻ്റെ സിമ്പിൾസും പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കാം, അടുത്തതാണ് സോൾട്ട്. നമ്മൾ ചാപ്റ്റർ ഇതായിരുന്നു ആസിഡ് ബേസ് സോൾട്ട്. ഇതായിരുന്നു നമ്മുടെ ചാപ്റ്റർ അല്ലേ. നമ്മൾ എടുത്തത് അതിനകത്ത് ആസിഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബേസും പറഞ്ഞു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് വൺ ആണ് സോൾട്ട്. എന്തായിരിക്കും സോൾട്ട്? എങ്ങനെയായിരിക്കും സോൾട്ട് ഫോം ചെയ്യുക? എന്താണ്? എ സോൾട്ട് ഈസ് എ സബ്സ്റ്റൻസ് ഫോംഡ് വെൻ ആൻ ആസിഡ് റിയാക്ട് വിത്ത് ബേസ്. ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് കിട്ടുന്ന ബൈ പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് സോൾട്ട് അല്ലേ. അല്ലെങ്കിൽ ആസിഡ് പ്ലസ് ബേസ് ഗീസ് എന്താണ്? സോൾട്ട്. ക്ലിയർ? ആസിഡും ബേസും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുക? ബേസ് എന്ന് സോൾട്ട് എന്ന് പറയുക. ഓക്കെ, ദ റിയാക്ഷൻ ഇൻ വിച്ച് ആസിഡ് റിയാക്ട് വിത്ത് എ ബേസ് to form salt and water is called neutralization reaction. Important question, repeated question. എന്താണ് പറഞ്ഞത്? ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത് സോൾട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകുകയേ ചെയ്യരുത്. ഇക്വേഷൻ നോക്ക്. ഒരു ആസിഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്തു? ബേസുമായിട്ട് റിയാക്ട് ചെയ്തു. കിട്ടിയ പ്രോഡക്ട്സ് എന്താണ്? സോൾട്ടും ലഭിച്ചു, വാട്ടറും ലഭിച്ചു. HCl എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. NaOH എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ആണ്. NaOH ബേസ് ആണ്. ഇത് രണ്ടും കൂടെ ഏത് റിയാക്ഷൻ? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നപ്പോൾ കിട്ടിയ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? സോഡിയം ക്ലോറൈഡും വാട്ടറും. സോഡിയം ക്ലോറൈഡ് എന്താണ്? സോൾട്ട്. നമ്മൾ ടേബിൾ സോൾട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന സംഭവമാണ് എന്തെന്ന് പറയുക? സോൾട്ട് അല്ലെ. കോമൺ സോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഉപ്പാണ് എന്തെന്ന് പറയുക? ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സോൾട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോൾട്ടുകളാണ് നോക്കുക. ഓക്കെ, ഇത് മൂന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫസ്റ്റ് വൺ ആണ് സോഡിയം ക്ലോറൈഡ്. നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ടേബിൾ സോൾട്ട്. പിന്നെ ഏതാണ്? റോക്ക് സോൾട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ്. NaCl എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു.
കോമൺ സോൾട്ട് എന്ന് അറിയപ്പെടുന്നു. സെക്കൻഡ് വൺ ആണ് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് എങ്ങനെ ഇക്വേഷൻ? Na2CO3. സോഡിയം കാർബണേറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? വാഷിംഗ് സോഡ എന്ന് അറിയപ്പെടുന്നു. തെറ്റിപ്പോകരുത്, രണ്ടും തിരിഞ്ഞു പോകരുത്. തേർഡ് വൺ ആണ് സോഡിയം ബൈകാർബണേറ്റ്. NaHCO3. സോഡിയം ബൈകാർബണേറ്റ് ആണ്. സോഡിയം ബൈകാർബണേറ്റ് എന്താണ് അറിയപ്പെടുക? ബേക്കിംഗ് സോഡ എന്ന് അറിയപ്പെടുക. മറന്നു പോകരുത്. സോഡിയം ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേക്കിംഗ്. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേക്കിംഗ് സോഡ എന്ന് അറിയപ്പെടുന്നു. ക്ലിയർ? ഇമ്പോർട്ടൻറ്റ് സോൾട്ട് പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസിഡ്സ് പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് പറഞ്ഞു? ബേസസും പറഞ്ഞു. ഇനി നോക്കി, നമ്മൾ ഈ 3 ടേംസും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത വേറൊരു ടേം ആണ് എന്തെന്ന് പറയുക? pH വാല്യൂ. കേട്ടിട്ടുണ്ടോ? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. എന്താണ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ തരികയാണ്. ആ സൊല്യൂഷൻ ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കില്ല, അല്ലേ? കോൺസെൻട്രേറ്റഡ് ആസിഡ് കാണും, കോൺസെൻട്രേറ്റുള്ള ബേസ് കാണും. ഇത് രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നോർമലി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ വസ്തുക്കളെ കണ്ടുപിടിച്ചു. ഫസ്റ്റ് വൺ ആണ് pH വാല്യൂ. എന്താണ് pH വാല്യൂ അല്ലെങ്കിൽ pH സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡിങ് 0 to 14 ഒരു സ്കെയിലാണ്. 0 to 14 വരെയാണ് അതിൻ്റെ റീഡിംഗ് എന്ന് പറയുക. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? തന്നിരിക്കുന്ന സൊല്യൂഷൻ ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്കെയിലാണ് pH സ്കെയിൽ. അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് സൊറൈൻസൺ. pH സ്കെയിൽ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് സൊറൈൻസൺ. എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ സ്കെയിൽ വെച്ച് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുമോ നോക്കാമല്ലോ. pH സ്കെയിൽ എന്ത് ചെയ്തു? 2 കയ്യിൽ നമുക്ക് ഒന്നിൽ ആസിഡും തന്നു, ഒന്നിൽ ബേസും തന്നിട്ട് പറഞ്ഞു, pH സ്കെയിലും തന്നിട്ട് പറഞ്ഞു, ഇതെന്ത് ചെയ്യുക? മെഷർ ചെയ്യുക. ഏതാണ് ആസിഡ് ഏതാണ് ബേസ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? pH സ്കെയിൽ എന്ത് ചെയ്യുക? 2ൽ ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്യുമ്പോൾ എന്താണ്? 0 to 7ന് മുമ്പ് അല്ലെങ്കിൽ 6.9 വരെയുള്ള വാല്യൂസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ആസിഡിക് സബ്സ്റ്റൻസ് ആയിരിക്കും. തിരിഞ്ഞു പോകരുത്. 0 തൊട്ട് 6.9 7ന് മുൻപ് വരെയുള്ള പോയിന്റ്സ് വരികയാണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? അസിഡിക് സബ്സ്റ്റൻസ് ആയിരിക്കും ആ pH സ്കെയിൽ റീഡ് ചെയ്യുക. ഇനി നോക്ക്, 7 ആണ് ഒരു സൊല്യൂഷന്റെ വാല്യൂ. 7 ആണെങ്കിൽ അത് എന്തായിരിക്കും? ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. എന്തായിരിക്കും? ന്യൂട്രൽ സൊല്യൂഷൻ. എന്താണ് ഈ ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആസിഡിന്റെ സ്വഭാവം കാണിക്കില്ല, ബേസിന്റെ സ്വഭാവം കാണിക്കില്ല, ന്യൂട്രൽ ആയിട്ട് നിൽക്കും. അതിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 7 ആയിരിക്കും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? 7.1 to 14 വരെയുള്ള റീഡിംഗ് ആണ് അടുത്തതിനകത്ത് കാണിക്കുക എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ബേസ് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, pH സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. 0 to 6.9 വരെ ആണെങ്കിൽ അത് അസിഡിക് മീഡിയം ആയിരിക്കും. 7 ആണെങ്കിൽ എന്തായിരിക്കും? അതൊരു ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. 7 കഴിഞ്ഞിട്ടുള്ള വാല്യൂ 14 വരെ ആണെങ്കിൽ അത് എന്തായിരിക്കും? ബേസിക് മീഡിയം ആയിരിക്കും. ഈ സ്കെയിൽ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് സൊറൈൻസൺ. അങ്ങനെയാണെങ്കിൽ pHന്റെ ഫുൾ ഫോം എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് pHന്റെ ഫുൾ ഫോം. ക്ലിയർ? റേഞ്ച് നോക്കാം. pH വാല്യൂ റേഞ്ച് 0 to 14 ആണ്. pH മീൻസ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. pHന്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 7 അല്ലെങ്കിൽ എന്ത് പറയാം? 7 to 14 വരെയാണ് ബേസിന്റെ റീഡിങ്. 7 pH വാല്യൂ 7 ആണെങ്കിൽ അത് ന്യൂട്രൽ ആയിരിക്കും. pH ഓഫ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ 7 അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും? 0ൽ നിന്ന് 7 വരെയുള്ള വാല്യൂ ആണ് എന്തെന്ന് പറയുക? ആസിഡിക് സബ്സ്റ്റൻസ് എന്ന് പറയുക. ക്ലിയർ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇനി നോക്കിയേ, നമുക്കൊരു ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കോമൺ സോൾട്ട് ഈസ് ഓൾസോ നോൺ ആസ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യുക. കോമൺ സോൾട്ടിനെ അറിയപ്പെടുന്ന പേര് ഏതാണ്? ഓപ്ഷൻ എ സോഡിയം കാർബണേറ്റ്, ഓപ്ഷൻ ബി സോഡിയം ബൈകാർബണേറ്റ്, ഓപ്ഷൻ സി സോഡിയം ക്ലോറൈഡ്, ദെൻ ഓപ്ഷൻ ഡി
സോഡിയം ഹൈഡ്രോക്സൈഡ്. 5 ക്വസ്റ്റ്യനൂടെ നോക്കിയിട്ട് നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് പറയാം. നിങ്ങൾ ചെയ്തോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അസറ്റിക് ആസിഡ് ഈസ് ഓൾസോ നോൺ ആസ്. അസറ്റിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ മീഥൈൻ, ഓപ്ഷൻ ബി വിനിഗർ, ഓപ്ഷൻ സി വിനൈൽ ക്ലോറൈഡ്, ഓപ്ഷൻ ഡി ഓക്സാലിക് ആസിഡ്. കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബേസസ് ആർ ഡിസോൾവ് ഇൻ വാട്ടർ ടു ഗെറ്റ്. ബേസസ് വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്താൽ ലഭിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആസിഡ്, ഓപ്ഷൻ ബി സോൾട്ട്, ഓപ്ഷൻ സി ആൽക്കലി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. കഴിഞ്ഞല്ലോ. നമ്മുടെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിലും ഇപ്പോൾ നടക്കുന്ന കോഴ്സസുകളാണ് SSC GD, RPF, CISF, അഗ്നിവീർ GD, അഗ്നിവീർ ഓഫീസ് അസിസ്റ്റന്റ് ടെക്, ആർമി NA, നേവി SSR MN. ഇത് ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ്. നമുക്ക് ചേരാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ. പ്യുവർ വാട്ടറിൻ്റെ pH വാല്യൂ എത്രയാണ്? 8.7, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 4.7, ഓപ്ഷൻ ഡി 9. ചെയ്തോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കോസ്റ്റിക് സോഡ ഈസ് കോമൺലി നോൺ ആസ്. കോസ്റ്റിക് സോഡ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ബി കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ഡി മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. 5 ക്വസ്റ്റ്യൻസും ചെയ്തോ? കഴിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കോമൺ സോൾട്ടിനെ ഏത് പേരിലാണ് അറിയപ്പെടുക? സോഡിയം കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. അല്ലേ, നമ്മൾ ആദ്യമേ പഠിച്ചതിനകത്തായിരുന്നു, സോൾട്ട് പഠിച്ചപ്പോൾ പഠിച്ചതായിരുന്നു. എന്താണ് അറിയപ്പെടുക? സോഡിയം ക്ലോറൈഡ് എന്നാണ് എന്തിനെ അറിയപ്പെടുക? കോമൺ സോൾട്ട് അല്ലെങ്കിൽ ടേബിൾ സോൾട്ട്, റോക്ക് സോൾട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അസറ്റിക് ആസിഡിനെ പറയുന്ന മറ്റൊരു പേര് ഏതാണ്? ഓപ്ഷൻ ബി വിനിഗർ. അല്ലേ, വിനിഗറിനെയാണ് അസറ്റിക് ആസിഡ് എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ബേസസ് ആർ ഡിസോൾവ് ഇൻ വാട്ടർ. ബേസസിനെ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സബ്സ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ സി ആൽക്കലീസ്. ബേസിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്? ആൽക്കലീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ. പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂട്രൽ സൊല്യൂഷൻ ആണ്. ഒരു ന്യൂട്രൽ സൊല്യൂഷൻ ആണ്. ന്യൂട്രൽ സൊല്യൂഷന്റെ വാല്യൂ എപ്പോൾ എന്തായിരിക്കും? 7 ആയിരിക്കും. ആൻസർ ഈസ് ഓപ്ഷൻ ബി 7 ആണ്. pH വാല്യൂന്റെ സ്കെയിൽ, pH വാല്യൂ എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ pH വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ന്യൂട്രൽ സൊല്യൂഷൻ ആയിട്ടായിരിക്കും റീഡ് ചെയ്യുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് ഏതാണ്? നമുക്കറിയാം, കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക? കോസ്റ്റിക് സോഡ എന്ന് അറിയപ്പെടുക. നമ്മൾ ഒരു കുറച്ച് ടൈം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആസിഡ്, ബേസ്, സോൾട്ട് ക്ലിയർ ആയിട്ട് നോക്കി. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇനി അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.